അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാരാഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇരുട്ടറയിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നത് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളുടെ പ്രസംഗത്തിൻ്റെ തീവ്ര ആശയങ്ങളായിരുന്നു എന്ന് ബന്ധപ്പെട്ട ആളുകൾ കാണുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ എത്ര ശശികലമാർ കാരാഗ്രഹത്തിൽ നിന്ന് എണീറ്റു പോരാൻ പാടില്ല ഇന്നത്തെ കാലത്ത്. അവർ സർവ്വസ്വതന്ത്രരായി പട്ടാപ്പകൽ പോലും സ്വൈരവിഹാരം നടത്തുന്നതും നമ്മളിവിടെ കാണുന്നു. അദ്ദേഹമൊക്കെ പറഞ്ഞ വാക്കുകളുടെ എത്രയോ ആയിരക്കണക്കിന് ഇരട്ടി തീവ്രതയുള്ള ആശയങ്ങളും വാക്ക് പ്രയോഗങ്ങളുമാണ് ഇവരൊക്കെ നടത്തിയത്. പക്ഷെ എന്താ, അത് വേറെ നീതിയാണ്. ഇത് വേറെ നീതിയാണ്. അങ്ങനെയാകുമ്പോൾ ജനങ്ങൾ വലിയ അങ്കലാപ്പിലാകും. ഇപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോടതി, ഇപ്പോൾ താജ്മഹലിൻ്റെ കാര്യത്തിൽ തന്നെ അവിടെ പൂജ നടത്തണം. അലഹാബാദ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് പുതിയ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇത്ര കാലമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്താ, അതൊരു മതത്തിൻ്റെ മാത്രം ഒരു വലിയ ചക്രവർത്തിയുടെ പേരിൽ, ഒരു മതത്തിൻ്റെ ആളുകളുടെ പേരിൽ വായിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഇന്ത്യയുടെ ലോകത്തിൻ്റെ തന്നെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് തീർത്തും വലിയൊരു ചർച്ചയാകും അല്ലേ? അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഫണ്ട് കട്ടുമുടിച്ച വൈഡാല പ്രതികന്മാരുടെ കാലത്തല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെ നീതി, എവിടെ അനീതി? അപ്പോൾ നമ്മളിതൊക്കെ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ അവൻ്റെ കോടതിയിലേക്ക് പോകേണ്ട ആൾക്കാരാണ് എന്ന് ആലോചിച്ചിട്ടാകണം നമ്മളെ നീതി വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ മതത്തിൻ്റെ പേരിലും അല്ലാതെയൊക്കെ പല ചേരിതിരിവുകളും ചേരുംപടി ചേർക്കലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് നമ്മുടെ നിലപാട് നിഷ്പക്ഷമാകണമെന്ന് നമ്മളെ ദീന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കക്കാരനായ ഒരു കളിക്കാരന് റെഡ് കാർഡ് കിട്ടുമ്പോൾ ഫിഫയുടെ പ്രസിഡന്റിനെ വിളിക്കുകയും അദ്ദേഹം പിന്നെ അടുത്ത കളിയിൽ ഇറങ്ങുകയും ചെയ്തത് പത്രങ്ങൾ വെണ്ടക്ക അക്ഷരം നിരത്തിയിട്ട് വാർത്താ പ്രാധാന്യത്തോടുകൂടെ ചർച്ച ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന പുതിയ വിദ്യാർത്ഥികൾ ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കണം, പഠിച്ചോനെ, ഒരു ഭരണാധികാരിയുടെ വിളിപ്പുറത്ത് ചോപ്പ് ഒന്നുമല്ലാതാകുന്നൊരു കാലഘട്ടത്തിൻ്റെ മുറ്റത്ത്, ഒരു സംവിധാനവുമില്ലാത്ത കാലഘട്ടത്തിൽ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഭരണാധികാരി നടപ്പിലാക്കിയ നീതി, ആ നീതിയാണ് പുതിയ ലോകത്ത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.